ഗൈസ്, അങ്ങനെ വർഷ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ എത്തുന്നുണ്ട്. വർഷ പാർലറിൽ എത്തിയതും അപ്പോ തന്നെ ആ ഒരു ഗ്രീൻ ബ്രാൻഡിന്റെ ഉടമ പാർലറിലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ ഉടമയ്ക്കാണെന്നുണ്ടെങ്കിൽ വർഷയെ നന്നായിട്ട് അറിയാട്ടോ. അതായത് വർഷയുടെ അമ്മയുമായി നല്ല അടുപ്പമുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു ഗ്രീൻ ബ്രാൻഡിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ വർഷയുടെ വീട്ടിൽ പല തവണയായിട്ട് ഇവര് വന്നിട്ടുണ്ട്. ഈ പാർലറിന്റെ ഉടമ അവിടെ എത്തിയതും വർഷയെ കണ്ടപ്പോ തന്നെ സ്വന്തം മോളെ പോലെ തന്നെ വാരി പുണരുന്നുണ്ട് വർഷയെ. കാരണം അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് ഇവർക്കിടയിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ വൈകാതെ തന്നെ വർഷ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ ശരിക്കും ശ്രുതിയുടേതല്ലെന്നും അത് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തതല്ലെന്നും ശ്രുതിക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോ പാർലർ ഈ ആന്റിക്ക് വിറ്റതാണെന്നുള്ളതൊക്കെ വർഷ മനസ്സിലാക്കുകയാണ്. വർഷ സത്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കേട്ടതും കേൾക്കാത്ത പതി വർഷ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ വർഷ വീട്ടിലെത്തുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വർഷയാണ് കേട്ടോ. വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്ത് കുറച്ച് ദിവസമായിട്ട് എന്റെ ഫേസ് നന്നായിട്ട് ഡള്ളായിരിക്കുന്നു അല്ലേ? എവിടെ നോക്കട്ടെ. ആ, ചെറുതായിട്ടൊന്നും ഡള്ളായിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും അല്ല, ശ്രീകാന്ത് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറയുവല്ലേ. എന്റെ മുഖം നന്നായിട്ട് ഡള്ളായിട്ടുണ്ട്, ഡാർക്ക് അടിക്കുന്ന പോലെ. എന്റെ വർഷേ, ഈ ഫേസിന് ഒരു കുഴപ്പമില്ല. നീ വെറുതെ സ്കിന്നിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നിനക്ക് ഡബ്ബിങ്ങില്ലേ പെട്ടെന്ന് റെഡിയാവ്. ശ്രീകാന്ത്, നിനക്ക് ഇതൊക്കെ തമാശയാ, പക്ഷെ എനിക്കിതൊന്നും തമാശയല്ല. ഷെടാ, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഒരു സ്കിൻ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്യും, നമുക്ക് അങ്ങോട്ട് പോവാം. ശ്രീകാന്തേ, നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഷെടാ, നല്ലത് പറയുന്നത് നീ തെറ്റാണെന്നേ പറയൂ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ഡോക്ടറെ അടുത്ത് പോവാൻ എന്താ എന്റെ സ്കിന്നിന് വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ നീയല്ലേ വർഷം ഇപ്പൊ പറഞ്ഞത് നിന്റെ സ്കിന്ന് ഡള്ളായെന്നോ ഡാർക്കായെന്നോക്കെ? എനിക്കെന്തായാലും അതിനെ കുറിച്ച് അറിയില്ല. അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്കിൻ ഡോക്ടറല്ലേ കാണിക്കേണ്ടത്. ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് ഫേഷ്യൽ ചെയ്താൽ മതി, വെട്ടിത്തിളങ്ങും. ദേ വർഷേ, ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ മുഖത്തേക്ക് വലിച്ചു കയറ്റുന്നത്? ഈ ഫേഷ്യൽ ഒക്കെ ചെയ്താലേ ഉള്ള ഭംഗിയും ഇല്ലാതാവും. നീ നോക്കിയ രേവതി ഏട്ടത്തി എന്തെങ്കിലും അതുപോലെ ചെയ്യുന്നുണ്ടോ? കാശ് വെറുതെ കളയാറുണ്ടോ? എന്നിട്ട് ഏട്ടത്തിയുടെ സ്കിൻ എങ്ങനെയാ? നല്ല അടിപൊളി സ്കിൻ അല്ലേ? അതൊക്കെ ശ്രീകാന്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഏട്ടത്തിയുടെ ലൈഫ് സ്റ്റൈല് വേറെയല്ലേ, എന്റേതാണെങ്കിലും വേറെ. അത് മാത്രമല്ല, ഏട്ടത്തിയുടെ സ്കിന്ന് വേറെയാണ്, എന്റെ സ്കിന്ന് വേറെയല്ലേ. അതുകൊണ്ട് ഏട്ടത്തി ചെയ്യുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ശ്രീകാന്ത്, നമുക്ക് ബ്യൂട്ടി പാർലർ പോയാലോ? നമുക്കോ? ഞാനില്ല, നീ പൊക്കോ. ഇതുപോലത്തെ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല. ബ്യൂട്ടി പാർലറിലല്ലോ. അതെന്താ ശ്രീകാന്ത്, ഇഷ്ടം പോലെ ആണുങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടല്ലോ, പോയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഞാൻ പോകുന്നില്ലെന്നേ പറഞ്ഞോളൂ. എനിക്ക് പോയേ പറ്റൂ ശ്രീകാന്ത്. ശരി, എന്നാ പിന്നെ നീ ഫേഷ്യൽ ചെയ്തിട്ട് വാ. അല്ല, നീ എവിടെ പോവാനാ ഉദ്ദേശം? അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രുതി ഏട്ടത്തിയുടെ പാർലർ അവിടെ ഉണ്ടാകുമ്പോ പിന്നെ ഞാൻ എവിടെ പോവാനാ? ആ, അത് ശരിയാണ്. ശ്രുതി ഏട്ടത്തിയുടെ പാർലറിൽ പൊക്കോ, ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. ശരി ശ്രീകാന്ത്, എന്നാ പിന്നെ പെട്ടെന്ന് റെഡിയാവ്. അങ്ങനെ വർഷ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോകുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് വർഷ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ആ സമയത്ത് അവിടെ രേവതി ഉണ്ട് കേട്ടോ. രേവതിയുടെ മുഖത്തോട്ട് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കാണ് വർഷ. ഇത് കണ്ടപ്പോ രേവതി ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി വർഷേ, നീ കൊറേ നേരമായല്ലോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്നു? അത് പിന്നെ രേവതി ഏട്ടത്തി എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? എന്ത് സ്കിൻ കെയറോ? ആ, ഈ ഫേസ് ഇത്ര വെട്ടിത്തിളങ്ങാൻ എന്താ കാരണം? ആ സീക്രട്ട് എനിക്കും കൂടി ഒന്ന് പറഞ്ഞുതരാവോ? എന്തൊക്കെയാ വർഷം നീ ചോദിക്കുന്നത്? എന്താ രേവതി ഏട്ടത്തി എന്തെങ്കിലും മുഖത്ത് ഉപയോഗിക്കുന്നുണ്ടോന്ന്? ഏട്ടത്തിയുടെ മുഖം എന്തൊരു പ്രകാശാണെന്നറിയോ? കാണാനും നല്ല ഭംഗിയാ. ഇതുപോലെ സ്കിൻ ഇരിക്കാൻ ഏട്ടത്തി എന്താ ചെയ്യുന്നത്? എന്റെ വർഷേ, ഞാൻ എന്റെ മുഖത്തോട്ട് ഒന്നും ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഞാൻ സ്കിൻ കെയർ ഒന്നും നോക്കാറില്ലെന്നാണ് പറഞ്ഞത്. ഈ സ്കിന്നൊക്കെ നോക്കാൻ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അത്രയൊന്നും പണം ചെലവഴിക്കാൻ എന്റെ കയ്യിൽ എവിടുന്ന വർഷേ? ഓ സോറി, ഞാൻ അത് ഓർത്തില്ല രേവതി ഏട്ടത്തി. അതൊന്നും കുഴപ്പമില്ല. അല്ല, ഏട്ടത്തി എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? വർഷേ, ഞാൻ പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്റെ അമ്മ ഈ മഞ്ഞളുണ്ടല്ലോ, കസ്തൂരി മഞ്ഞള്, അതൊക്കെ തേച്ചു തരുമായിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ലെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. എന്നുവെച്ചാ മഞ്ഞൾ തേച്ചതുകൊണ്ടൊന്നും നിറം വെക്കില്ലെന്ന്. വേറൊന്നും എനിക്കറിയില്ല വർഷേ, ഇതേക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കല്ലേ. എന്ന ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി വരുന്നത്. ആരോടാ മോള് സ്കിന്നിനെ കുറിച്ച് ചോദിക്കുന്നത്? ഇവളോടോ? ഇവളെ വിലപിടിപ്പുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒന്നും കണ്ണുകൊണ്ട് കണ്ടു കാണില്ല. അതൊക്കെ നമ്മൾ ശ്രുതിമോളോട് ചോദിക്കണ്ടേ? അവളുടെ അടുത്ത് ഇഷ്ടം പോലെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവും. ദേ, വെളുക്കാനുള്ള ക്രീം വരെ നമ്മുടെ ശ്രുതിയുടെ കയ്യിലുണ്ട്. വെളുക്കാനുള്ള ക്രീമൊന്നും എനിക്ക് വേണ്ട. മാർക്കറ്റിൽ ഇപ്പൊ പല ക്രീമുകളും വരുന്നുണ്ട്, അതൊന്നും നല്ലതല്ല. എനിക്ക് എന്തായാലും ഫേഷ്യൽ ചെയ്യണം. ഞാൻ ഇന്ന് ശ്രുതി ഏട്ടത്തിയുടെ പാർലറിൽ പോകുന്നുണ്ട്. രേവതി ഏട്ടത്തിക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് ഈ ഫേഷ്യൽ ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്നോട് എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറയും, പക്ഷെ ഞാൻ പോകാറില്ല. എനിക്ക് ഭയങ്കര മടിയാണെന്നേ. ആ പണം ഉണ്ടെങ്കിലേ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് അടിച്ചൂടെ? ഇപ്പൊ ആലോചിക്കും സ്കിൻ കെയർ ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ദേ കണ്ടില്ലേ ഏട്ടത്തി, എന്റെ സ്കിന്നൊക്കെ ഡള്ളായിരിക്കുന്നു. ഇത് കണ്ടപ്പോ രേവതി പറയുന്നുണ്ട്, വർഷേ നിന്റെ മുഖത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ, പണ്ടത്തെക്കാളും പ്രകാശം കൂടിയ പോലെയാ എനിക്ക് തോന്നുന്നത്. ഈ ഫേഷ്യൽ ഒന്നും അത്ര നല്ല കാര്യമല്ല. വേണ്ടാത്തതൊക്കെ മുഖത്തേക്ക് തൊടിക്കാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്റെ ഏട്ടത്തി അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞതാ,
കണ്ട കെമിക്കൽ ഒന്നും മുഖത്തേക്ക് തൊടിക്കേണ്ടെന്ന്. രേവതിയേട്ടത്തി അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവോ? ഇത് കേട്ടപ്പോ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവക്കിത് എന്തിന്റെ കേടാ? ശ്രുതി വളരുന്നത് ഇവയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ എല്ലാവരോടും ഫേഷ്യൽ നന്നല്ലാന്നൊക്കെ ഇവള് പറയുന്നത്. എന്റെ മോളെ, നീ ഈ നാട്ടിൻപുറത്തുകാരി, അതും ഒരു പൂക്കാരി പറയുന്നത് കേട്ടിട്ട് ഫേഷ്യൽ ചെയ്യാതിരിക്കോ? ദേ, ഫേഷ്യലൊക്കെ ചെയ്താലേ മുഖം വെട്ടിത്തിളങ്ങും. ശ്രുതിക്ക് കിട്ടുന്ന പണം ഇല്ലാതാക്കാൻ വേണ്ടി ഇവള് കണ്ടുപിടിക്കുന്ന ഓരോ ഉടായ്പ ന്യായങ്ങളാ ഇതൊക്കെ. അമ്മേ, നീ ഒന്നും മിണ്ടണ്ട. പക്ഷെ മോൾ പൊയ്ക്കോ. മോൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിലേ ഇവളുടെ മുന്നിൽ നിന്ന് പറയണം. എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രുതി ഏട്ടത്തിയുടെ പാർലറിൽ പോവാലോ. അതാവുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാലോ. നല്ലതല്ലെങ്കിൽ ശ്രുതി ഏട്ടത്തി പറയുമല്ലോ. അതാ പക്ഷേ നല്ലത്. ശ്രുതിയോട് ചോദിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഉപയോഗിച്ചോ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി, ശ്രുതി ഏട്ടത്തിക്ക് പണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നല്ലേ ശ്രുതി ഏട്ടത്തി പറയൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ശ്രീകാന്ത്, നമ്മളൊക്കെ ഒരേ കുടുംബമല്ലേ. നമുക്ക് നല്ലതല്ലാത്തത് ശ്രുതി ചെയ്യോ? എന്തോ. പക്ഷേ നീ എന്തായാലും പോരുന്നോ? എനിക്ക് ഇറങ്ങാറായി. ഞാൻ വരുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട് അവരവിടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, നിനക്ക് എന്തിന്റെ കേടാടി? നീ ഒരു പൂക്കാരി ആയതുകൊണ്ടാണോ ശ്രുതി വളരുന്നത് നിനക്ക് ഇഷ്ടമല്ലാത്തത്? അതിനു വേണ്ടിയാണല്ലോ നീ വർഷയെ പറഞ്ഞ് തിരിപ്പിക്കുന്നത്. വർഷയുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടല്ലോ, അവൾ അതൊക്കെ അവിടെ പൊട്ടിക്കുന്ന കരുതിയല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ എന്താടി, നിന്റെ പൂവരച്ച് തേച്ച വെളുക്കോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രുതിക്കോ വർഷയ്ക്കോ നീ ഉപദേശം കൊടുക്കാൻ നിൽക്കണ്ട. വലിയ ഉപദേശിക്ക് വന്നിരിക്കുന്നു. നീ നിന്റെ പണി പോയി എടുക്കടി. ഇത് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോ തന്നെ രേവതിക്ക് വിഷമാവുന്നുണ്ട്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. രേവതി, അവരെന്താ നിന്നോട് പറഞ്ഞിട്ട് പോയത്? അതൊന്നുമില്ല സച്ചേട്ടാ. സച്ചേട്ടന് പോകാറായില്ലേ? എന്താ പറഞ്ഞിട്ട് പോയതെന്ന് പറ. അത് വേറൊന്നുമല്ല, വർഷ ഇന്ന് ശ്രുതിയുടെ കടയിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. പാർലറിലേക്ക് അവിടെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ ഫേഷ്യലൊക്കെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണല്ലോ, അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് അമ്മ എന്നെ വഴക്ക് പറഞ്ഞതാ. എന്തിനാ രേവതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കാൻ പോകുന്നത്? മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്ന് കരുതുകയല്ലേ വേണ്ടത്. അത് പിന്നെ എന്തായാലും അവര് നിന്നെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ചോദിക്കും. വേണ്ട സച്ചേട്ടാ, സച്ചേട്ടൻ പണിക്ക് പോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ഇതിപ്പോ എന്റെ ഭാഗത്തെ തെറ്റ്. ആവശ്യമില്ലാതെ കയറി അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടിയില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നല്ലോ. എന്തായാലും രേവതി, എനിക്ക് പോവാറായി. ഞാൻ എന്നാ ഇറങ്ങട്ടെ. അച്ഛൻ എവിടെ? അച്ഛൻ പുറത്ത് കാണും. എന്ന് ശരി രേവതി. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സച്ചി ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയാണ്. അവര് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് സൈഡിനായിട്ട് മഹിമയും മധുസൂദനും കൂടി കാറിൽ വരുന്നത്. അവരുടെ വണ്ടി നമ്പർ കണ്ടപ്പോ തന്നെ വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീകാന്ത്, ഒന്ന് നിർത്തി. ദേ, എന്റെ അച്ഛന്റെ കാറാ അത്. ആന്റി അങ്കിൾ ആണോ? നിർത്തി ശ്രീകാന്ത്. ഇതും പറഞ്ഞ് ശ്രീകാന്തിനെ നിർത്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മധുസൂദനും ഇവരെ കണ്ടപ്പോ നിർത്തുന്നുണ്ട്. അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മോളെ വർഷേ, അമ്മേ, എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? ഞങ്ങൾക്ക് സുഖം തന്നെ. നീ ഇന്നലെ അങ്ങ് വിളിച്ചു വെച്ചല്ലേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ തന്നെയാ. അപ്പോ മധുസൂദൻ ചോദിക്കുന്നുണ്ട്, മോനെ ശ്രീകാന്ത്, നിന്റെ ഏട്ടനിപ്പോ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഇത് കേട്ടപ്പോ വർഷയ്ക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അല്ല, ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു. അവൻ മദ്യം കുടിച്ച് വണ്ടി ഓടിക്കുന്ന വീഡിയോയെ. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലേ സച്ചേട്ടന്റെ ഭാര്യ അത് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് തെളിയിച്ചു ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ? അത് കണ്ടു. പക്ഷെ അതങ്ങ് സത്യാണെന്ന് ഉറപ്പിക്കാനൊന്നും വയ്യ. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. പക്ഷെ ഇത് കേൾക്കാനാണോ നീ ഇവിടെ ഇറങ്ങിയത്? നമുക്ക് പോവാം, വാ. ശ്രീകാന്ത്, ഒന്ന് നിൽക്ക്. അച്ഛ, എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അമ്മേ, ഞാൻ നിങ്ങളെ കണ്ടപ്പോ സന്തോഷത്തോടെ ഇറങ്ങിയതാ. അച്ഛൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് പോട്ടെ മോളെ. അച്ഛൻ വിഷമം കൊണ്ട് പറയുന്നതാ. എന്ത് വിഷമം? മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ചോണ്ടാണോ ഇങ്ങനെ പറയേണ്ടത്? അതൊക്കെ പോട്ടെ മോളെ. മോളിപ്പോ എങ്ങോട്ട് പോവുക? വർക്കിന് ഇറങ്ങിയതാണോ? ഇന്ന് വർക്കിന് ഇറങ്ങിയതല്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷേ പോകുന്നുള്ളൂ. രാവിലെ എനിക്കിന്ന് പാർലർ വരെ പോവണം, ശ്രുതിയേട്ടത്തിയുടെ പാർലർ. അവിടെ എന്താ? നോക്കിയാമ്മ എന്റെ മുഖം നന്നായിട്ട് ഡള്ളായിട്ടില്ലേ? എവിടെ? ശരിയാ മോളെ, മോള് നന്നായിട്ട് നിറം പോയി. അല്ലേ മധുവേട്ടാ? അതെ അതെ. അല്ലേനും അവിടെയല്ലേ നിൽക്കുന്നത്. നിറം പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മര്യാദയ്ക്ക് മോള് ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ലെന്നേ. ദേ, എന്റെ വീടെന്താ ജയിലോ? അവള് 3 നേരം ഗോതമ്പുണ്ടല്ല കഴിക്കുന്നത്. അവക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്നത്. പുറമെ അവക്ക് എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞാലേ ഞാൻ അത് അപ്പം സാധിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ അവളെ പട്ടിണിക്കിടാറൊന്നുമില്ല. ഇനി ഞാൻ ഇവിടെ നിന്നാലേ വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ശ്രീകാന്ത് വണ്ടി എടുക്ക്. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ നിന്നോട് വർഷയെ പറഞ്ഞത്? വെറുതെ ഇവിടെ നിർത്തി ഇവരുടെ വായിൽ വരുന്നത് കേൾക്കാൻ. ഇന്നത്തെ ദിവസം പോയി, നീ കയറ്. അങ്ങനെ അത് പറഞ്ഞ് അവര് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹിമ പറയുന്നുണ്ട്, എന്റെ മധുവേട്ടാ, നിങ്ങളുടെ വായൊന്ന് അടക്കി വെക്ക്. എന്തിനാ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നത്? അവക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ശ്രീകാന്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ കുഴപ്പം? അവൻ വന്നേക്കുന്ന്. അവൻ നിർത്തിയത് ഇപ്പൊ നമ്മുടെ മോൾ നിർബന്ധിച്ചിട്ടാ, അല്ലാതെ അവനെ നമ്മളെ കാണണമെന്നൊന്നുമില്ല. എങ്ങനെയാ മധുവേട്ടൻ നമ്മൾ കാണുന്നുണ്ടാവുക? നമ്മൾ അതുപോലെയല്ല ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അവനെ നല്ലവനാ. എന്ത് പറഞ്ഞാലും എനിക്ക് അവനെ ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല.
ആ നീ അവനെ തലയിലെടുത്ത് വെക്കി. ഇതും പറഞ്ഞുകൊണ്ട് അവരുടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പാർലറിലെ ശ്രുതിയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാരി മീര അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ക്യാബിൽ ഇരിക്കുന്ന പെണ്ണിനോട് പറയുന്നുണ്ട്, അതെ ഞാൻ ഒരു 3 hours ശേഷമേ വരൂ. അതിന്റെ ഇടയിൽ എനിക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. ശരി മാഡം, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷയാണ് കേട്ടോ. വർഷ പാർലറിലോട്ട് കയറി വരുന്നതാണ്. ഹലോ മേഡം, എന്താ വേണ്ടത്? അകത്ത് എന്റെ ഏട്ടത്തിയുണ്ട്. ശ്രുതിയേട്ടത്തി ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? അയ്യോ, ശ്രുതി മേഡം ഇവിടെ ഇല്ല. കുറച്ച് മുൻപ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഒരു 10 minute മുൻപ് എത്തുമായിരുന്നെങ്കിൽ മാഡത്തെ കാണായിരുന്നു. എന്തു പറ്റി മാഡം? എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനാണോ? അത് പിന്നെ എനിക്ക് ഫേഷ്യൽ ചെയ്യണമെന്നുണ്ട്. ഇതുവരെ ഞാൻ എന്റെ സ്കിന്നിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഫേഷ്യലൊക്കെ നല്ലതാണോന്ന് അറിയണം മാഡം. നമ്മുടെ കയ്യിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേഷ്യൽ ഉണ്ട്. അത് ചെയ്യുവാണെങ്കിൽ മാഡത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാഡത്തിന്റെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ആണോ? എന്നാ പിന്നെ നിങ്ങൾക്ക് നല്ലത് നോക്കിയിട്ട് ഒന്ന് ചെയ്തു തരാവോ? ശ്രുതിയേട്ടത്തി വേണമെന്നില്ല. ശരി മാഡം, ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ട്. മാഡം എവിടേക്ക് ഇരിക്കൂ. അതെ, ഇതൊരു നല്ല കസ്റ്റമറാ. നമ്മുടെ ശ്രുതി മാഡത്തിന്റെ സിസ്റ്റർ ആയിട്ട് വരും. അതുകൊണ്ട് ഏറ്റവും നല്ല ഫേഷ്യൽ എന്നെ ചെയ്തു കൊടുക്ക്. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് അവര് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഈ ഒരു പാർലറിന്റെ ഓണർ അങ്ങോട്ട് വരുന്നത്. ഈ ഓണറെ കണ്ടപ്പോ തന്നെ ക്യാമ്പിൽ ഇരിക്കുന്ന പെണ്ണ് അങ്ങോട്ട് വരുന്നുണ്ട്. മാഡം, ശ്രുതി എവിടെ? അത് പിന്നെ മാഡം വരുന്ന വിവരം വിളിച്ചു പറഞ്ഞില്ലായിരുന്നു? ഇല്ല, ഞാൻ ഇതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോ കയറിയതാ. ശ്രുതി മാഡം കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഒരു 3 hours ശേഷം വരാന്നാ പറഞ്ഞത്. ഞാൻ എപ്പോ വന്നാലും ഇപ്പൊ ശ്രുതി ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. ശ്രുതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ? അതൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് മാഡം. എന്നാ ഇതൊക്കെ ഫേഷ്യൽ ചെയ്ത് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് നന്നായിട്ട് വർഷ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയ്ക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ട് വർഷ വെറുതെ കണ്ണിലുണ്ടായിരുന്ന ആ ഒരു കുക്കുംബറിന്റെ പീസില് അതെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ഗ്രീൻ ബ്രാൻഡിന്റെ ഉടമയെ കാണുന്നത് കേട്ടോ. ആന്റി, ഈ സ്ത്രീക്കാണെങ്കിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ആന്റി, എന്നെ മനസ്സിലായില്ലേ? ഞാൻ വർഷ, മഹിമയുടെ മകളാ. മഹിമ മധുസൂദൻ. മഹിമ മേഡത്തിന്റെ മകളാണോ? അപ്പൊ നമ്മുടെ കസ്റ്റമർ ആണല്ലേ മോള്? നമ്മുടെ കസ്റ്റമറോ? ഇതേ ശ്രുതിയേട്ടത്തിയുടെ കടയാ. എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ വൈഫിന്റെ കടയാ. എന്താ, ശ്രുതിയുടെ കടയാണെന്നോ? ഇതെങ്ങനെ ശ്രുതിയുടെ കടയാവും? ഇത് ഞാൻ വാങ്ങിച്ച കടയല്ലേ? അപ്പോ ഞാൻ മാറിക്കയറിയതാണോ? അല്ല, നീ ഇപ്പൊ പറയുന്ന ശ്രുതി ഇവിടെ വെറും ഒരു സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന കുട്ടിയാ. ഒരിക്കലും അങ്ങനെയല്ല. ശ്രുതി ഏട്ടത്തിയുടെ അച്ഛനെ മലേഷ്യയില് വലിയ ബിസിനസ്സാ. ശ്രുതി ഏട്ടത്തിക്ക് ഒറ്റയ്ക്കൊരു പാർലർ ഉണ്ട്. അത് ഈ പാർലർ ആണെന്നാ എനിക്ക് അറിയാൻ പറ്റിയത്. ഇത് ശ്രുതിയുടെ പാർലർ ആയിരുന്നു. എന്നാ ശ്രുതിക്ക് പണത്തിന്റെ ആവശ്യം വന്നപ്പോ അത് എനിക്ക് മറിച്ചു വിറ്റതാ. എന്ത് ആന്റി എന്തൊക്കെയാ പറയുന്നത്? അതേ മോളെ, ഞാൻ സത്യോ പറഞ്ഞത്. ഇടയ്ക്ക് ശ്രുതിക്ക് പണത്തിന്റെ ആവശ്യം വന്നിരുന്നു. അപ്പോഴാ എന്നെ സമീപിച്ചത്. എനിക്ക് ഈ പാർലർ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. ശ്രുതിയാണെങ്കിൽ ഈ പാർലർ എടുത്തതിന്റെ 1 മാസം പോലും തികയാതെയാ ഈ പാർലർ വിറ്റത്. പക്ഷെ ഈ പാർലർ നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. എന്തൊക്കെയാ ആന്റി പറയുന്നത്? ശ്രുതിയേട്ടത്തിയുടെ പാർലർ ആണെന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊക്കെ അതാ വിശ്വസിച്ചത്. അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ശ്രുതി ഈ പാർലർ എനിക്കിപ്പോ വിറ്റിരിക്കാ. ഇതിപ്പോ എന്റേതാ. ഇടയ്ക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോ ശ്രുതിയേടത്തി എല്ലാവരും പറ്റിക്കായിരുന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല മോളെ. ശ്രുതി ഇവിടുത്തെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ നല്ല നല്ല കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോ ശ്രുതി ഹാൻഡിൽ ചെയ്യാറുണ്ട്. ശ്രുതി നല്ലൊരു സ്റ്റാഫാ. അപ്പോ എല്ലാവരും പറ്റിക്കാണ് ശ്രുതിയേടത്തി. ഈ വിവരം എന്തായാലും വീട്ടിൽ അറിയിക്കണം മോളെ. ഇനി നീ കാരണം വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ? എന്തായാലും ആന്റി, ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ലല്ലോ. ശ്രുതിയേട്ടത്തി അല്ലേനും നന്നായിട്ട് കള്ളം പറയും. ശ്രുതിയേട്ടത്തിയുടെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണെന്ന് ആർക്കും അറിയില്ല. ഇന്ന് വരെ മലേഷ്യയിലെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. ഒരു വട്ടം പോലും ശ്രുതിയേട്ടത്തി കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ശ്രുതിക്ക് അങ്ങനെ അച്ഛൻ മലേഷ്യയിലുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ മോളെ. അച്ഛൻ മരിച്ചു പോയെന്നെങ്ങാനോ എന്നോട് പറഞ്ഞത്. ഒരമ്മയുണ്ട്. അമ്മ ഇവിടെ എവിടെയുള്ള സ്ത്രീയാ. അപ്പോ ഏട്ടത്തി പറഞ്ഞതൊക്കെ കള്ളാണോ? എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താ സത്യാവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ശ്രുതി വരുമ്പോ ഞാൻ ചോദിക്കാം. എന്റെ കട എങ്ങനെയാ അവളുടെ കടയാവുക? അതൊന്നും എനിക്ക് അറിയണല്ലോ. ശരി ആന്റി. എന്നാ ഈ കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് മറ്റൊരു സ്റ്റാഫ് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സ്റ്റാഫ് എന്തായാലും ഈ വിവരം ശ്രുതിയെ അറിയിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ശ്രുതിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ശ്രുതി മാഡം, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ? മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്. വർഷ. വർഷയോ? അതെ, അവര് വന്നപ്പോ തന്നെ ഇവിടുത്തെ മാഡം വന്നിട്ടുണ്ടായിരുന്നു. മാഡമായിട്ട് അവൾ സംസാരിക്കുവാ. മാഡത്തിന്റെ കളികൾ ചെറുതായിട്ട് പിടിക്കപ്പെട്ടു എന്നാ തോന്നുന്നത്. എന്തായാലും ഈ വർഷ എന്ന് പറയുന്നവര് സത്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും ഇനി ഈ ഒരു സ്ഥാപനം മാഡത്തിന്റെ തലെന്ന് വീട്ടുകാരൊക്കെ അറിയും. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തോ. അയ്യോ,
വർഷ അറിഞ്ഞെന്നോ? മീരെ, വർഷ സത്യങ്ങളൊക്കെ അറിഞ്ഞു. അവിടെ മാഡം വന്നിട്ടുണ്ട്. മാഡമായിട്ട് നല്ല അടുപ്പുണ്ട് വർഷയ്ക്ക്. എന്റെ കടയല്ല അതെന്ന് വർഷ തിരിച്ചറിഞ്ഞു. അയ്യോ, ഇനി എന്താ ചെയ്യാം? എനിക്കറിയില്ല മീരെ. ദേ, അവള് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കറഞ്ഞ് അവളുടെ കാല പിടിക്കാൻ നോക്ക്. അല്ലാതെ ഇനി എന്ത് ചെയ്യാനാ? ഇത് പറഞ്ഞ് മീരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? വർഷ എന്തായാലും ഈ വിവരം വീട്ടിൽ പറയാം. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.